വിധവയോട്, സരാപ്തയിലെ വിധവയോട് പറയുകയാണ്, കലത്തിലെ മാവ് തീരത്തില്ല, ഭരണിയിലെ എണ്ണ കുറയത്തില്ല എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. എന്നിട്ട് അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. ആ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എന്നിട്ട് അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. നോക്കണേ, മഴ പെയ്യിക്കുന്ന നാൾ വരെ തീർന്നു പോകത്തില്ലെന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് അതുപോലെ തന്നെ അവളും അവളുടെ മകനും അവളുടെ വീട്ടുകാരും ഈ പ്രവാചകനും ഹല്ലേലൂയ അഹോവൃത്തി, ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. എന്നിട്ട് യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. യഹോവ ഏലിയാവ് മുഖാന്തരം, വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇത് കൃത്യമായിട്ട് അനുഭവിച്ചതാണ്. ഈ സരാപ്തയിലെ വിധവ അനുഭവിച്ചതാണ്, മകൻ അറിഞ്ഞതാണ്. അവളുടെ ചാർച്ചക്കാരും ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം ഈ വീട്ടിൽ വന്ന് താമസിച്ചു. എല്ലാ ദിവസവും രാവിലെ അവർക്കൊരു കാര്യം അറിയാം, ഏലിയാവ് പറഞ്ഞതുപോലെ പ്രൈസ് ഗോഡ് ഇപ്പോൾ അത്ഭുതം നടക്കും, കലത്തിലെ മാവ് കുറയത്തില്ല, ചുട്ടോളാൻ പറയും, ചുട്ട് എല്ലാവരും തിന്നും, വയർ നിറച്ച് തിന്നും. പ്രൈസ് ഗോഡ്. അപ്പോൾ അവർക്കറിയാം ഇത് മുഴുവനും തിന്ന് തീർത്താലും ഉച്ചയ്ക്ക് വേണ്ടത് ഉണ്ടാക്കത്തക്കൊണ്ട് മാവുണ്ടാവും, മാവ് വർദ്ധിക്കും. ഉച്ചയ്ക്ക് ചുടാൻ തുടങ്ങി, മാവ് വർദ്ധിക്കാൻ തുടങ്ങി, എല്ലാവർക്കും ചുട്ട് വിളമ്പാൻ തുടങ്ങി, എല്ലാവരും തിന്നു. പ്രൈസ് ഗോഡ്. ഉച്ചക്കലത്തെ ഭക്ഷണം കഴിയുമ്പോൾ അവർക്കറിയാം രാത്രി പേടിക്കണ്ട, രാത്രിയിലും ഭരണിയിലെ മാവുണ്ട്, എണ്ണയുണ്ട്, ഇത് കുറയത്തില്ല. പ്രൈസ് ഗോഡ്. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു അങ്കലാപ്പും ഇല്ല, ക്ഷാമത്തെക്കുറിച്ച് ഒരു പ്രശ്നവുമില്ല. മഴ പെയ്താൽ എന്നാ, പെയ്തില്ലെങ്കിൽ എന്നാ, ക്ഷാമം ഉണ്ടെങ്കിൽ എന്താ, ഉണ്ടായില്ലെങ്കിൽ എന്താ, ഇവർക്ക് ഒരു പ്രശ്നവുമില്ല. നാളെ നേരം വെളുക്കുമ്പോൾ കലത്തിൽ മാവുണ്ടാകും, ഭരണിയിൽ എണ്ണയുണ്ടാകും. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഓരോ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. 3 വർഷം ഇതുപോലെ അങ്ങ് പോയി. വീണ്ടും ഒരു 6 മാസം ഇതുപോലെ തന്നെ പോയി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞത്, ഏലിയാവ് 14 വാക്യം വായിച്ച്, ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല, കലത്തിലെ മാവ് തീരത്തില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. മനസ്സിലാക്കണം, ഇത് ഏത് ദിവസമായത് പറഞ്ഞെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് പറഞ്ഞത് 12-ാം വാക്യം വായിച്ചാൽ അത് അതുപോലൊരു സന്ദർഭത്തിലാണ്. 12-ാം വാക്യം, അതിനവൾ നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു, ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏലിയാവ് ചെന്ന ദിവസം ഈ 2 പേരും മരിക്കാണ്ടിരിക്കുന്ന ദിവസത്താണ് ചെന്നത്. 2 പേരും ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ദിവസത്തിലാണ് ഏലിയാവ് ചെല്ലുന്നത്. ഇനി ജീവിതം അവസാനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാലും ജീവിതം അവസാനിക്കും, കാരണം അതോടെ ഭക്ഷണം തീരും, പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല, നാട്ടിലെങ്ങും ഒന്നും കിട്ടാനില്ല. പ്രൈസ് ഗോഡ്. അപ്പം തീരുമാനിച്ചാലും തീരുമാനിച്ചില്ലെങ്കിലും ഇതുകൊണ്ട് തിന്നിട്ട് ഞങ്ങൾ മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് തീരുമാനിച്ചാലും തീരുമാനിച്ചില്ലെങ്കിലും വേറെ ഒന്നും വിടുതലിനായി കാണാതെ, വേറെ ഒരു പരിഹാരവുമില്ലാതെ മരണം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഏലിയാവ് അവരുടെ ഭവനത്തിലേക്ക് കയറി ചെല്ലുന്നത്. പ്രൈസ് ഗോഡ്. ഏലിയാവ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടുകാരുടെ പ്രതീക്ഷ മരണം മാത്രമാണ്, ഓൺലി ഡെത്ത്. പ്രൈസ് ഗോഡ്. ഈ ക്ഷാമത്തെ അതിജീവിക്കുമെന്നുള്ള ഒരു ഹോപ്പുമില്ല. പ്രൈസ് ഗോഡ്. ഹൃദയത്തിൽ എന്താ വിചാരം? കലത്തിൽ അല്പം മാവുണ്ട്,
ഭരണിയിൽ അല്പം എണ്ണയുണ്ട്. ഇങ്ങനെ സ്വപ്നം കാണുക, ഇതുകൊണ്ട് ഭാവന കാണുന്നു, ഇതുകൊണ്ട് കലക്കി ഒഴിച്ച് അല്ലെങ്കിൽ പരത്തി ഒരപ്പം ഉണ്ടാക്കി, ഈ എണ്ണ പുരട്ടി അപ്പം ഉണ്ടാക്കി തിന്ന ഒഴി സർവ്വതും തീരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇങ്ങനെ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഏലിയാവ് ഈ വിധവയുടെ വീട്ടിൽ ചെന്ന് കയറിയത്. എന്നാൽ പ്രൈസ് ഗോഡ് 15-16 വായിച്ചാൽ, അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം, യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. നാട്ടുകാരെല്ലാവരും ഈ വിധവയോട് ചോദിച്ചു കാണും, നിന്റെ ഭരണിയിലെ എണ്ണ എന്താ തീരാത്തത്? നിന്റെ കലത്തിലെ എണ്ണ മാവെന്താ കുറയാത്തത്? അതിന് നിശ്ചയമായിട്ടും ജരാപ്തയിലെ ഈ വിധവ മറുപടി കൊടുത്തു കാണും, എൻ്റെ വീട്ടിലൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്. ആ പ്രവാചകൻ വന്ന ആദ്യത്തെ ദിവസം എന്നോടൊരു കാര്യം പറഞ്ഞു, മുമ്പേ നീ ചെന്ന് ഒരു അടയുണ്ടാക്കി എനിക്ക് തരിക, അതിനുശേഷം നിനക്ക് നിൻ്റെ മകൾക്ക് വേണ്ടി ഉണ്ടായിക്കോ. ഈ ഭൂമിയിൽ ദൈവം ഇനി മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് കുറയത്തില്ല, ഭരണിയിലെ എണ്ണ തീരത്തില്ല. അന്ന് പറഞ്ഞ ആ വാക്കനുസരിച്ച് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ പറയും, ഇന്ന് കാലത്തുകൂടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ആ വാക്കനുസരിച്ചാണ്. ഇനി ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് പേടിയില്ല, കാരണം കലത്തിലുള്ള അല്പം മാവ്, അല്പം എണ്ണ, അതിന്മേൽ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. രാത്രി ഞാൻ പറയട്ടെ, നിൻ്റെ വീട്ടിലെ അടുക്കളയ്ക്കകത്ത് അല്പമായി കിടക്കുന്നുള്ളെങ്കിലും, കാഴ്ചയ്ക്കത് അധികമില്ലെങ്കിലും, വളരെ കുറച്ചുള്ളെങ്കിലും അതിൻ്റെ പുറത്ത് ഒരു വാഗ്ദത്തമുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്റെ കയ്യിലുള്ളതിൻ്റെ പുറത്ത് ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ കയ്യിലുള്ളതല്ല വിഷയം, വാഗ്ദത്തമാണ് വിഷയം. ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ മേൽ പകർന്നിരിക്കുന്ന, നിനക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നീ കലത്തിലെ മാവെടുത്ത് ചുട്, അത് കുറയത്തില്ല. എണ്ണയൊരു പുരട്ട്, അത് കുറയത്തില്ല. എത്ര ചുട്ടാലും കലത്തിലെ മാവ് കുറയാൻ സാധ്യമല്ല. കാരണം ആ മാവിന്മേൽ പകർന്നിരിക്കുന്ന ഒരു വാഗ്ദത്തം, ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ഇന്ന് രാത്രി ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുന്നവർ സ്വതന്ത്രം പറയാമോ? നിന്റെ കലത്തിലെ മാവിൽ വാഗ്ദത്തം വരട്ടെ, നിന്റെ ഭരണിയിലെ എണ്ണയിൽ വാഗ്ദത്തം വരട്ടെ. അത് അല്പമേ ഉള്ളെങ്കിലും നിനക്ക് ഭാരപ്പെടേണ്ട. കാരണം അതിന്മേൽ വാഗ്ദത്തമുണ്ട്, ദൈവത്തിന്റെ വചനമുണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ഇന്ന് രാത്രി കലത്തിന്റെ അടിയിൽ കിടക്കുന്ന മാവിന്മേൽ ഭരണിയുടെ കീഴെ കിടക്കുന്ന അല്പം എണ്ണയിന്മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം പകർന്നിട്ടുണ്ടെന്ന് വിശ്വസിച്ച് സ്തോത്രം പറയാൻ എത്രപേരുണ്ട്? അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ മാവിന്മേൽ വാഗ്ദത്തമുള്ളത് കൊണ്ട് അത് അല്പമായാലും അത് ബ്രേക്ക്ഫാസ്റ്റിന് മതിയാകും. ഉച്ചയ്ക്ക് ലഞ്ചിനോ നോക്കി ഇത്രയേ ഉള്ളൂ, പക്ഷെ അതും മതിയാവും. എന്തുകൊണ്ടാ? അതിന്മേൽ വാഗ്ദത്തമുണ്ട്. വൈകുന്നേരം ഡിന്നറിന് ഹല്ലേലൂയ ഒരു മാറ്റവുമില്ല. കലത്തിനകത്ത് വീണ്ടും അല്പം മാവും ഒരു തുരുത്തി അല്പം എണ്ണയും ഭരണിയിൽ അല്പം എണ്ണയുമേ ഉള്ളൂ. അത് കണ്ട ഭാരം വരുമോ? വിധവയ്ക്ക് വരത്തില്ല. കാരണം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആ അല്പം മാവിന്മേൽ അവൾ കാണുന്നത് അത് കുറച്ചേ ഉള്ളൂ എന്നല്ല, അതിന്മേലൊരു വാഗ്ദത്തമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വാഗ്ദത്തം ചില വിഷയങ്ങളിൽ കാണാൻ കഴിയുന്നവർക്ക് ഒരു സ്തോത്രം ചെയ്ത് ആരാധിക്കാം. നിന്റെ വലിപ്പം വിഷയമല്ല, അളവ് വിഷയമല്ല, തൂക്കം വിഷയമല്ല, അല്പമേ ഉള്ളു വിഷയമല്ല, അതിന്മേൽ പകർന്നിരിക്കുന്ന വാഗ്ദത്തമാണ് വിഷയം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജുരമനരവ ജൗഡ രഗത ജഗന ലഗതൽ ഖൗഡ വിരമൽ കർദര കർദന ജൗഡ ശംബര പ്രവ. ഇന്ന് ആലോചിച്ച് നോക്കി,
കലത്തിൽ അല്പം മാവേ ഉള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ വീട്ടിൽ കുറച്ചേ സാധനം ഉള്ളെങ്കിൽ വിരുന്നുകാർ കയറുമെന്ന വീട്ടുകാർക്ക് സന്തോഷമായിരിക്കുമോ? ഉച്ചയായപ്പോൾ കുറച്ച് ചോറും കുറച്ച് കറിയും ഉണ്ട്, വീണ്ടും വയ്ക്കാൻ അരിയുമില്ല, കറി വയ്ക്കാൻ സാധനങ്ങളൊന്നുമില്ല. അപ്പോഴാണ് വിരുന്നുകാർ കയറി വരുന്നത്. പ്രൈസ് ഗോഡ്. ഈ വീട്ടുകാർ സന്തോഷം അഭിനയിച്ചാൽ വിരുന്നുകാരെ കാണുമ്പോൾ വാ പ്രൈസ് ദി ലോർഡ്, ഇരിക്കെ, അയ്യോ ഊണ് കഴിച്ചോ, ഇല്ല എന്നാൽ കഴിച്ചിട്ടേ പോകാവൂ എന്നൊക്കെ പറയുന്നെങ്കിൽ പിള്ളേർ അപ്പുറത്ത് എന്ത് ചെയ്യും? പിള്ളേർ വെറുതെ വന്ന് കയറിയിരിക്കുന്നു, കാലൻ ഈ സമയത്താണ് വന്ന് കയറിയിരിക്കുന്നത് പറയും. പ്രൈസ് ഗോഡ്. ഞങ്ങൾക്ക് തിന്നാനുള്ളത് ഇപ്പം തിന്നുകൊണ്ട് പോകും. ഇവരുടെ കണ്ണിന് മുമ്പിൽ വെച്ച് തീരും അത്. പ്രൈസ് ഗോഡ്. ഇവരിറങ്ങിപ്പോയി കഴിയുമ്പം പിന്നെ വല്ല കഞ്ഞോളോ വല്ലതും കിട്ടിയല്ലേ, ബാക്കിയെല്ലാം തിരും. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, വിധവയ്ക്ക് അങ്കലാപ്പുണ്ടോ? എത്ര ഗസ്റ്റ് കയറി വന്നാലും, എത്ര മിത്രങ്ങൾ കയറി വന്നാലും, എത്ര ചാർച്ചക്കാർ കയറി വന്നാലും വിധവയ്ക്ക് അങ്കലാപ്പില്ല. കാരണം കലത്തിലുള്ള അല്പം മാവിനകത്ത് ആമൻ ആ കാണുന്ന ഇല്ലായ്മയല്ല കാര്യം, അതിൻ്റെ വലിപ്പമല്ല കാര്യം, അതിൻ്റെ തൂക്കമല്ല കാര്യം, അത് അല്പമേ ഉള്ളൂ എന്നുള്ളതല്ല കാര്യം. ആ അല്പം കൊണ്ട് അധികത്തെ പോഷിപ്പിക്കാനുള്ള ഒരു വാഗ്ദത്തം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി നിനക്ക് വേണ്ടി നിന്നെ പോഷിപ്പിക്കാനുള്ള, നിന്നെ ക്ഷേമമായി പോറ്റാനുള്ള, നിന്നെ അനുഗ്രഹിക്കാനുള്ള, നീ മരിച്ചു പോകാതെ നിന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു വാഗ്ദത്തം എൻ്റെ കലത്തിനകത്തുണ്ടെന്ന്, ഭരണിക്കകത്തുണ്ടെന്ന്, എൻ്റെ വീട്ടിലുണ്ടെന്ന്, എൻ്റെ അടുക്കളയിലുണ്ടെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്യാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പ്രൈസ് ഗോഡ്, മിച്ചമുള്ളതാണോ വിഷയം? അമ്മൻ അതിന്മേൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണോ വിഷയം? ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കിട്ടിയ വാഗ്ദത്തങ്ങൾ ഓർത്തൊരു സ്തോത്രം ചെയ്യണമെന്നുണ്ട്. ആമീൻ. ഹല്ലേലൂയ. ദൈവം ചെയ്യും വാഗ്ദത്തങ്ങൾക്ക് ആമീൻ പറയാൻ എത്ര പേരുണ്ട്? ആമീൻ. ശക്തിയോടെ ഒരു ആമീൻ പറഞ്ഞേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം നൽകും വാഗ്ദത്തം, ദൈവം നൽകും വാഗ്ദത്തം. ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ആമേൻ ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. കർത്താവിൻ മകൻ ഞാൻ, അനുഗ്രഹം അവകാശം, കർത്തന്റെ മൊഴികൾക്ക് ആമേൻ ആമേൻ. കർത്താവിൻ മകൻ ഞാൻ, അനുഗ്രഹം അവകാശം, കർത്തന്റെ മൊഴികൾക്ക് ആമേൻ ആമേൻ. ആകാശം മാറിയാലും ഭൂമിയും നീങ്ങിടും, തൻ വചനം നീങ്ങില്ല. ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ആമേൻ ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. വിശ്വസിക്കുന്നോർ അടയാളം ചെയ്തിടും, യേശുവിൻ നാമത്തിൽ ആമേൻ ആമേൻ. വിശ്വസിക്കുന്നോർ അടയാളം ചെയ്തിടും, യേശുവിൻ നാമത്തിൽ ആമേൻ ആമേൻ. ലോകത്തെ മാറ്റും, ഭൂതത്തെ പുറത്താക്കും, പുതുഭാഷ ചൊല്ലിടും. ആമേൻ ആമേൻ. ലോകത്തെ മാറ്റും, ഭൂതത്തെ പുറത്താക്കും, പുതുഭാഷ ചൊല്ലിടും. ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ
ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും ആമേൻ ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ആമേൻ. എനിക്ക് ആമേൻ പറഞ്ഞ് ആരാധിച്ചാട്ട്. ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾ ആരാധിച്ചാട്ട്. ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും ആമേൻ ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. ജീസസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തങ്ങൾക്കെതിരായി നിൽക്കുന്ന ദോഷങ്ങളും പോരാട്ടങ്ങളും വിട്ടുമാറട്ടെ. പ്രൈസ് ഗോഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ വിധവയ്ക്ക് പ്രൈസ് ഗോഡ് ഇനി ക്ഷാമം ഒരു 5 കൊല്ലം കൂടെ നിൽക്കുന്ന ആരെങ്കിലും പറഞ്ഞാൽ പേടിയുണ്ടോ? പ്രൈസ് ഗോഡ്, ഇല്ല. 5 കൊല്ലം നിന്നല്ല, 10 കൊല്ലം നിന്നല്ല. വാഗ്ദത്തം എന്നറിയാമോ? ഭൂമിയിൽ യഹോവ മഴ പെയ്യിക്കുന്ന നാൾ വരെ നിന്റെ വീട്ടിൽ അത്ഭുതം നടക്കും. നിന്റെ വീട്ടിൽ അത്ഭുതം നിന്നു പോകത്തില്ല. ദൈവപ്രവൃത്തി കുറഞ്ഞു പോകത്തില്ല. നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല. ഭരണിയിലെ എണ്ണ വറ്റത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എത്ര എത്ര ദീർഘമായി പോയാലും, എത്ര നീണ്ടുപോയാലും, ക്ഷാമം എത്ര നീണ്ടുപോയാലും, ക്ഷാമം എത്ര നാൾ വൈകിപ്പോയാലും എനിക്കത് വിഷയമല്ല. ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ ജീവിക്കുന്നത് കലത്തിലെ മാവ് കൊണ്ടല്ല, ഭരണിയിലെ എണ്ണ കൊണ്ടല്ല. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാണോ? കലത്തിലെ മാവ് കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ പണ്ടേ ഈ അമ്മയും മോനും തീർന്നു പോയേനെ. എണ്ണ കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഈ വിധവയും മകനും പണ്ടേ തീർന്നു പോയേനെ. അവർ ജീവിക്കുന്നത് കലത്തിലെ മാവ് കൊണ്ടല്ല, ഭരണിയിലെ എണ്ണ കൊണ്ടല്ല, എന്നാൽ അതിന്മേൽ പകർന്നിരിക്കുന്ന വാഗ്ദത്തം കൊണ്ടാണ്. ഇന്ന് രാത്രി നിന്റെ വാഗ്ദത്തങ്ങൾക്കായി ജീവന സ്തോത്രം. ഞാൻ എത്ര പേരുണ്ട് നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന വാഗ്ദത്തത്തിന്റെ ശക്തിക്കായി സ്തോത്രം. ആമേൻ. വിധവയെ സംബന്ധിച്ചിടത്തോളം കലത്തിലെ മാവല്ല വിഷയം, ഭരണിയിലെ എണ്ണയല്ല വിഷയം, അടയല്ല വിഷയം, ദോശയല്ല വിഷയം, റൊട്ടിയല്ല വിഷയം, ഇതൊന്നുമല്ല വിഷയം. അവളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറപ്പവൾക്കുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ക്ഷാമം എത്ര നീണ്ടുപോയാലും ആകാശത്ത് നിന്ന് യഹോവ മഴ പെയ്യിക്കുന്ന നാൾ വരെ, യെസ്, നിന്റെ ക്ഷാമം മാറുന്നത് എപ്പോഴെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ക്ഷാമം ഉണ്ടായിട്ട് വേണ്ടേ മാറാൻ? ക്ഷാമമുണ്ടോ? നാട് മുഴുവൻ ക്ഷാമമുണ്ട്. വിധയുടെ വീട്ടിൽ ക്ഷാമമുണ്ടോ? ഇന്ന് രാത്രി പറ, എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ കാരണം എനിക്ക് ക്ഷാമമില്ല. പകരം ക്ഷേമമായി പോറ്റുന്നൊരു ദൈവമുണ്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വരൾച്ചയിട്ട്, ക്ഷാമമിട്ട് ഭയപ്പെടുത്താൻ നോക്കുന്ന ദുഷ്ടശക്തികളെ നോക്കിക്കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ആലോചിക്കുകയാണേ, ആരെങ്കിലും വന്നിട്ട് പറയുകയാണ്,
TV ന്യൂസ് അനുസരിച്ച് ഇനിയും മഴ പെയ്യാൻ 2 കൊല്ലം എടുക്കുമെന്ന് പറഞ്ഞ പേടിയുണ്ടോ? 3 കൊല്ലം എടുക്കുന്ന പേടിയുണ്ടോ? കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞ് മഴ പെയ്യത്തുള്ളൂ. അതുവരെ എൽ നീനോന്നോ എന്തെല്ലാം ടൈംസ് ഉണ്ടെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കൊടും വരൾച്ച, എല്ലായിടത്തും വരണ്ടിരിക്കുന്നു. പക്ഷെ ഇതൊന്നും പറഞ്ഞാലും ഈ പുള്ളിക്കാർക്ക് പേടിയില്ല. കാരണം എന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിൻ്റെ അപ്പുറത്തായിട്ട് ഈ ചുറ്റും നടക്കുന്നതിനപ്പുറത്തായിട്ട്, കാണുന്നതിനപ്പുറത്തായിട്ട്, ആമേൻ, ഹല്ലേലൂയ, ചുറ്റും നോക്കിയാൽ ആമേൻ ആകാശം ചെമ്പ് പോലെ കിടക്കുമ്പോൾ, ഭൂമി വരണ്ട് കിടക്കുമ്പോൾ, ഒരു തുള്ളി മഴ പെയ്യാതിരിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഭാരമില്ലാതെ ഇരിക്കണമെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങളിൽ ഉറപ്പുണ്ടാകണം. ആ ഉറപ്പ് നിൻ്റെ കലത്തിലോട്ട് വ്യാപരിക്കണം, നിൻ്റെ പൊടിയിലോട്ട് വ്യാപരിക്കണം, നിൻ്റെ എണ്ണയിലോട്ട് വ്യാപരിക്കണം. അത് വ്യാപരിച്ച് കഴിയുമ്പോൾ ആമേൻ കലത്തിലെ മാവ് പിന്നെ കുറയാൻ പറ്റത്തില്ല. എപ്പോഴാണ് വിശ്വാസം വ്യാപരിച്ചെന്നറിയാമോ? വിധവയുടെ വിശ്വാസം എപ്പോഴാണ് വ്യാപരിച്ചത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഏലിയാവ് പറഞ്ഞപ്പോഴല്ല വ്യാപരിച്ചത്. ഏലിയാവ് പറഞ്ഞപ്പോൾ സംശയമായിരുന്നു. വീട്ടിൽ ചെന്ന് ഏലിയാവ് പറഞ്ഞു, ആദ്യം എനിക്കൊരു ചെറിയ അല്ലേ എന്ന് വായിച്ചോ, നീ പറഞ്ഞ പോലെ ചെയ്യുക. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ അവള് പറഞ്ഞെന്നറിയാമോ? എന്റെ മുകളിൽ വെച്ച് കലത്തിൽ ഒരു പിടി, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല. ഒരു കാര്യം. രണ്ടാമത് പറഞ്ഞ, ഞാനിതാ 2 വിറക് പെറുക്കുന്നു. മൂന്നാമത് പറഞ്ഞ, ഇത് കൊണ്ടു ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാണ്. നാലാമത് പറഞ്ഞത് തിന്നിട്ട് ഞങ്ങൾ മരിപ്പാൻ. അപ്പോഴാണ് ഏലിയാവ് പറഞ്ഞത്, നീ പറഞ്ഞ പോലെ ചെയ്തോളാൻ, തിന്നിട്ട് മരിച്ചോ. പക്ഷേ അതിന് മുമ്പ് വായിച്ചേ, എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരട ഉണ്ടാക്കി കൊണ്ടുവരും. 1/2 കിലോ മാവുണ്ടെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് 50 ഗ്രാം എടുത്തിട്ട് ഒരു ചെറിയ അട എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരിക. പ്രൈസ് ഗോഡ്. എന്നിട്ട് പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. അത് കഴിഞ്ഞിട്ട് നിന്റെ മകനും വേണ്ടി അവസാനത്തെ മാവെടുത്ത് ഉണ്ടാക്കിക്കോ. രാത്രി ഞാൻ പറയട്ടെ ദൈവമക്കളെ, വിധവ ഏലിയാവ് പറഞ്ഞത് കേട്ട് വീട്ടിൽ ചെന്നു. മനസ്സിലപ്പോൾ ഒരു ചിന്തയാണ്, എന്താണെന്നറിയാം, കൊടുക്കണോ വേണ്ടയോ? ആർക്ക്? ഏലിയാവിന്. ആപ്പാടെ ഇച്ചിരി മാവും ഇച്ചിരി ഇതുള്ളൂ, കൊടുക്കണോ വേണ്ടയോ? അവസാനം അവളൊരു തീരുമാനത്തിലെത്തി. ഒരു ചെറിയ അട ഉണ്ടാക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം ഒരു കാര്യം ചെയ്യാം, ഉള്ള മാവിൽ നിന്ന് ഇച്ചിരി എടുത്തൊരു കുഞ്ഞിക്കൻ ഒരു അട ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാം, ബാക്കി നമുക്ക് തിന്നാൻ തീരുമാനിച്ചു വേണം. പ്രൈസ് ഗോഡ്. എന്ത് ചെയ്യുമെന്നറിയാമോ? മാവ് കുറച്ചെടുത്ത ഒരു ചെറിയ അട, സ്വോത്രാഴ്ചയ്ക്ക് അല്ല തിരുവത്താഴത്തിന് ഉള്ള പോലെ വലുത് ചെറിയൊരു സാധനം ഉണ്ടാക്കി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുണ്ടാക്കി കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് മാവ് കുറഞ്ഞിട്ടില്ല. പ്രൈസ് ഗോഡ്. അവള് ദൈവത്തിന് സ്തോത്രം. അടുത്ത പടി എന്തെന്നറിയാമോ? ആ മകന് വേണ്ടി ഉണ്ടാക്കി. അവിടുത്തെ ഇച്ചിരി വലിയൊരട മകന് വേണ്ടി ഉണ്ടാക്കി. നോക്കിയപ്പം മാവ് കുറഞ്ഞിട്ടില്ല. പ്രൈസ് ഗോഡ്. മൂന്നാമത് അവൾക്ക് വേണ്ടി ഉണ്ടാക്കി. നോക്കിയപ്പം മാവ് കുറഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആട ഉണ്ടാക്കുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമൻ നീ പ്രവൃത്തിപഥത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ആമൻ ആക്ഷനിലേക്ക് ഇറങ്ങുമ്പോഴാണ്, നിന്റെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആക്ഷനും സ്റ്റാർട്ട് ചെയ്യും. നിന്റെ ആക്ഷൻ നശിപ്പിക്കാനുള്ള ആക്ഷൻ, കുറയ്ക്കാനുള്ള ആക്ഷൻ, മാവ് കുറയാനുള്ള ആക്ഷൻ, മാവ് പിന്നെ വാരി എടുക്കാനുള്ള ആക്ഷൻ. എന്നാൽ ദൈവത്തിൻ്റെ ആക്ഷൻ വർദ്ധിപ്പിക്കാനുള്ളത്, ആ ദൈവത്തിൻ്റെ ആക്ഷൻ ഇന്ന് നിന്റെ വീട്ടിൽ വെളിപ്പെടട്ടെ, നിന്റെ കലത്തിൽ വെളിപ്പെടട്ടെ, എണ്ണയിൽ വെളിപ്പെടട്ടെ. വാഗ്ദത്തത്തിന്റെ പുറത്ത് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർധനവിൻ്റെ സ്റ്റാർട്ടിങ്ങാണ്. യെസ്, ദൈവാത്മ വ്യക്തമായി പറയുന്നു. വാഗ്ദത്തത്തിന്റെ പുറത്ത് നീ ചെയ്തത് വർധനവിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതാ വർധനവ് ആരംഭിക്കാൻ പോകുകയാണ്. വാഗ്ദത്തം ഏറ്റ ജനത്തിന്, വാഗ്ദത്തം ഏറ്റുപറയുന്ന ജനത്തിന്, വാഗ്ദത്തം ഏറ്റെടുക്കുന്ന ജനത്തിന്
വാഗ്ദത്ത പ്രകാരം ആ പ്രവർത്തിക്കുന്ന ജനത്തിന് വർധനവ് ആവർത്തിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു വർധനവ് ആരംഭിക്കത്തക്കവണ്ണം വാഗ്ദത്തം ഏറ്റെടുത്തുകൊണ്ടൊരു സ്തോത്രം പറയാൻ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വാഗ്ദത്തങ്ങളുണ്ടെങ്കിലും ആക്ഷൻ ഇല്ലാതെ പോയാൽ വർധന ഉണ്ടാകത്തില്ല. മനസ്സിലായോ? ആദ്യം ആർക്കാ അട? പ്രവാചകന. ഏലിയാവിന് ആദ്യത്തെ അട. പ്രൈസ് ഗോഡ്. ആ ഏലിയാവിന് ആദ്യത്തെ അട കൊടുക്കാനുള്ള ആക്ഷൻ വന്നാൽ പിന്നെ നിൻ്റെ കാര്യം ഓട്ടോമാറ്റിക്കലി ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ്. ഇവിടെ അത്ഭുതം ആരംഭിക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു മിറക്കിൾ നമ്മുടെ വീട്ടിൽ ആരംഭിക്കേ പറ്റൂ. ഒരു അത്ഭുതം ആരംഭിച്ചേ പറ്റൂ. മെരാപ്തിലെ വിധവയുടെ കലത്തിൽ വ്യാപരിച്ച ശക്തിയുടെ വലിപ്പം എൻ്റെ ഭവനത്തിലേക്കൊന്ന് കടന്നു വരണമെന്ന് പ്രാർത്ഥിച്ച് ആരാധിക്ക്. ഇന്ന് രാത്രി ആയി റിലീസ് യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക വാഗ്ദത്തങ്ങളുടെ ഒരു പൂർത്തീകരണം, ഒരു പൂർത്തീകരണം. ഓ, കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം, ആമേൻ, ജീവിതത്തിൽ അനുഭവിക്കത്തക്കവണ്ണം യേശുവിൻ്റെ നാമത്തിൽ ആരംഭിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആരംഭിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി ഈ ദൈവിക അരുളപ്പാടുകളും വാഗ്ദത്തങ്ങളും വരുന്നത് എങ്ങനെയായിട്ടാണ് വരുന്നത്? വചനമായിട്ടാണ് വരുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങളെടുത്ത് നോക്കൂ, മുഴുവൻ വചനമായിട്ടാണ് വരുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഗിദെയോൻ അല്പം കോതമ്പുള്ളത് ശത്രുക്കളുടെ കയ്യിൽ പെടാതെ കൊണ്ടുപോയി മുന്തിരിച്ചക്കൻ അരികെ വെച്ച് മെതിച്ചു കൊണ്ടിരിക്കുക. കർത്താവ് പ്രത്യക്ഷപ്പെട്ട എന്നാ പറഞ്ഞു? 7-ാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം അല്ലയോ? യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ശ്രദ്ധിക്കണേ, ഗിദെയോന്റെ ദൂതൻ പറഞ്ഞു യഹോവ നിന്നോട് കൂടെയുണ്ട്. ദൂതൻ കള്ളം പറയത്തില്ല, യഹോവ കൂടെ ഉണ്ട്. പക്ഷേ ഗിദെയോനെ സംബന്ധിച്ചിടത്തോളം ദൈവം കൂടെ ഉണ്ടെങ്കിലും അത്ഭുതങ്ങൾ എവിടെ? പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അത് നമ്മുടെ പ്രസംഗ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ ടോപ്പിക്കിൽ നിന്നോട് പറയട്ടെ. ഗിദെയോൻ്റെ കൂടെ ദൈവം മുന്തിരിച്ചക്കനരിയെ അല്പം കോതമ്പുള്ളത് കൊയ്ത് ചുമന്നുകൊണ്ട് എന്ന് വയ്ക്കുമ്പോഴുണ്ട്, അത് മെതിക്കുമ്പോഴുമുണ്ട്. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് യഹോവ നിന്നോട് കൂടെ എന്ന് പറയുമ്പോഴും ഉണ്ട്. പക്ഷെ ഗിദെയോന് സംശയം, ഗിദെയോൻ അത്ഭുതമൊന്നും കാണുന്നില്ല. ഗിദെയോൻ അത്ഭുതം കാണണമെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഗിദെയോൻ്റെ കയ്യിൽ നിന്ന് ഒരു ആക്ഷൻ വരണം. പ്രൈസ് ഗോഡ്. ഗിദെയോൻ എപ്പോൾ ആക്ഷനിലേക്ക് കടക്കുന്നുവോ അപ്പോൾ അത്ഭുതം വരും. മനസ്സിലാകുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വായിച്ചാൽ അറിയാം. ദൈവത്തിൻ്റെ സ്തോത്രം. 7-ാം അധ്യായത്തിൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം 9 മുതലുള്ള വാക്യങ്ങൾ. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിന്റെ നേരെ ഇറങ്ങിച്ചെല്ലുക. ശ്രദ്ധിക്കണേ, അന്ന് രാത്രി ഗിദെയോനോട് ദൈവം കൽപ്പിച്ചു, എഴുന്നേറ്റ് പാളയത്തിന് നേരെ ഇറങ്ങിച്ചെല്ലുക. എന്നിട്ട് ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അടുത്തത് ഭയങ്കര രസകരമായ ഒരു പ്രസ്താവന. വായിച്ചു നോക്കി. ഇറങ്ങിച്ചെല്ലാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഒന്ന് വായിച്ചു നോക്കി. ഇറങ്ങിച്ചെല്ലാൻ പേടിയുണ്ടെങ്കിൽ ഇറങ്ങിച്ചെല്ലാൻ. ആദ്യം പറഞ്ഞെന്തുവാ? പാളയത്തിന്റെ നേരെ ഇറങ്ങിച്ചെല്ലുക. പാളയത്തിന്റെ നേരെ ഇറങ്ങിച്ചെല്ലുക. ഇത് നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇനി അഥവാ നിനക്ക് ഇറങ്ങിച്ചെല്ലാൻ പേടിയുണ്ടെങ്കിൽ ഇറങ്ങിച്ചെല്ലാൻ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിനക്ക് പേടിയുണ്ടെങ്കിലും ഭയമുണ്ടെങ്കിലും
വാഗ്ദത്തം, ദൈവം നിനക്ക് തന്ന വാഗ്ദത്തം, നീ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ല്, ഈ ശത്രുവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന വാഗ്ദത്തം വിശ്വസിച്ചുകൊണ്ട് പേടിയോടുകൂടെയാണെങ്കിലും നീ സ്റ്റെപ്പ് വയ്ക്കുന്ന നിമിഷം നിൻ്റെ വാഗ്ദത്തം ആക്റ്റീവാകും. വാഗ്ദത്തം ആക്റ്റീവാകും. വാഗ്ദത്തം ജീവൻ വയ്ക്കും. വാഗ്ദത്തം പ്രവർത്തിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി നിർജീവമായി കിടക്കുന്ന വാഗ്ദത്തങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആക്റ്റീവ് ആക്കണം. ആമേൻ, ആമേൻ. എത്ര പേർക്ക് ഈ വാഗ്ദത്തം നിർജീവമായി കിടക്കാനുള്ളതല്ല. ഈ വാഗ്ദത്തം കയ്യിലുണ്ട് പോക്കറ്റിൽ ഇരിക്കാനുള്ളതല്ല. ഈ വാഗ്ദത്തം അക്കൗണ്ടിൽ കിടക്കാനുള്ളതല്ല. ഈ വാഗ്ദത്തം ആക്ഷനിൽ വരാനുള്ളതാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ദൈവികമായ വാഗ്ദത്തങ്ങൾ ആക്ഷനിൽ വരത്തക്കവണ്ണം, ആമേൻ, നിന്റെ ജീവിതത്തിൽ നീ ആക്ഷനിലേക്ക് കടക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. നിനക്ക് ഇറങ്ങിച്ചെല്ലാൻ പേടിയുണ്ടെങ്കിൽ ഇത് ദൈവത്തിന് മാത്രം പറയാവുന്നൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പ്രൈസ് ഗോഡ്. ഇരുമ്പ് പഴുപ്പിച്ചേച്ചും കൈ തൊട്ടാൽ പൊള്ളുമെന്ന് പേടിയുണ്ട്. പേടിയുണ്ടെങ്കിൽ തൊട്ടോളാൻ പറഞ്ഞ അർത്ഥം എന്നാ? പഴുത്തിരുമ്പാ, പേടിയുണ്ട് തൊട്ടാൽ പൊള്ളുമെന്ന്. എന്നിട്ട് പറയുക, നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ട് തൊട്ടോ, കൈ പൊള്ളാതിരിക്കുമോ? ബുദ്ധി പറയും പൊള്ളും, പക്ഷെ വാഗ്ദത്തം പറയും നോ, നിൻ്റെ കൈ പൊള്ളത്തില്ല. നിൻ്റെ കൈ പൊള്ളത്തില്ല. കാരണം ചൂടിനെ നിർവീര്യമാക്കുന്ന, തീയുടെ ബലം കെടുത്തുന്ന, സിംഹത്തിൻ്റെ വായടയ്ക്കുന്ന ഒരു വാഗ്ദത്തം നിനക്കുണ്ടെങ്കിൽ സിംഹത്തിൻ്റെ വായ അടയും, തീയുടെ ബലം കെടുക്കും, വാളിൻ്റെ വായ്ക്ക് തെറ്റും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആമേൻ, ഹല്ലേലൂയ, ആക്ഷൻ നടക്കട്ടെ. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നടക്കട്ടെ. വാഗ്ദത്തം, നിർജീവമായി കിടക്കുന്ന വാഗ്ദത്തം ഇന്ന് രാത്രി ജീവിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ലഭിക്കുന്ന വാഗ്ദത്തം അത് വാഗ്ദത്തമായി തന്നെ ഇരിക്കാതെ, അത് വചനമായി തന്നെ ഇരിക്കാതെ, അത് പ്രവൃത്തി മണ്ഡലത്തിലേക്ക് വ്യാപരിച്ചിട്ട് ദൈവം ഉദ്ദേശിച്ചതുപോലെയുള്ള അവൻ ആക്ഷൻ ആ വിഷയത്തിൽ നടക്കത്തക്കവണ്ണം ഇന്ന് രാത്രി ആമേൻ, ഞാൻ പേടിച്ചാണെങ്കിലും ഗിദെയോനെ പോലെ ഇറങ്ങുമെന്ന് വിശ്വസിച്ച് നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. എന്നിട്ട് ആലോചിച്ച് നോക്കി, ഗിദെയോൻ ഇറങ്ങിച്ചപ്പോൾ എന്താ ഉണ്ടായത് അവിടെ? എന്നാൽ അവർ സംസാരിക്കുന്നത് എന്തെന്ന് നീ കേൾക്കും. എന്നാൽ അവർ സംസാരിക്കുന്നത് എന്തെന്ന് നീ കേൾക്കും. എന്നിട്ട് അതിന്റെ ശേഷം പാളയത്തിന്റെ നേരെ ഇറങ്ങി ചെല്ലുവാൻ നിനക്ക് ധൈര്യം വരും. ഒന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ ശേഷം പാളയത്തിന് നേരെ ഇറങ്ങി ചെല്ലാൻ നിനക്ക് ധൈര്യം വരും. ദൈവമക്കളെ, ചിലത് കേട്ടാ വരാനേ ഉള്ളൂ ഈ ധൈര്യം. ആമേ, ഇതകത്ത് ഇല്ലാതിരിക്കുമ്പോൾ പേടി, ധൈര്യത്തിൻ്റെ സ്ഥാനത്ത് പേടി വസിക്കുമ്പോൾ നീ കേൾക്കേണ്ടത് കേട്ടാൽ അകത്തേക്ക് പേടി മാറിയിട്ട് ധൈര്യം ഇറങ്ങി വരും. ആ ധൈര്യം നിന്നോട് കൽപ്പിക്കുന്നൊരു വാഗ്ദത്തമുണ്ട്. നീ ഒരൊറ്റ മനുഷ്യനെ പോലെ മിദ്യാന്യ സൈന്യത്തെ തോൽപ്പിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം ചില ജീവിതങ്ങളിൽ സംഭവിക്കത്തക്കവണ്ണം അത് ആരംഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആരംഭിക്കട്ടെ. ജീരമാലറബ ഷന്തരബലവ. ഞാൻ ചോദിക്കട്ടെ, അൾട്ടിമേറ്റ്ലി ഈ വാഗ്ദത്തം എന്തിനാ? ഇറങ്ങിച്ചെല്ലാനാണോ? അല്ല. യുദ്ധം ചെയ്യാനാണോ? അല്ല. പ്രൈസ് ഗോഡ്. വാഗ്ദത്തം എന്തിനെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒറ്റ കാര്യമേ ഉള്ളൂ, മിദ്യാൻ തോക്കണം. മിദ്യാൻ തോറ്റെങ്കിൽ മാത്രമേ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടൂ. അത് ദൈവം പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ നിന്നെ മുന്തിരിച്ചക്കിന് അരികെ വെച്ച് ഏൽപ്പിച്ചൊരു വാഗ്ദത്തമുണ്ട്, നീ മിദ്യാനെ തോൽപ്പിക്കും, ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്നൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം നിറവേറാൻ തടസ്സമായി നിൽക്കുന്നത് നിന്റെ പേടിയാണെങ്കിൽ നീ ഇന്ന് കേട്ടത് കൊണ്ട്, കേൾക്കേണ്ടത് കേട്ട് കഴിയുമ്പോൾ നിനക്ക് ധൈര്യം വരും. നീ പിന്നെ എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് നിറവേറലിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. പിന്നെ ചെയ്തത് മുഴുവൻ മണ്ടത്തരം അല്ലേ? വായിച്ചേ. അങ്ങനെ അവനും അവന്റെ ബാല്യക്കാരനായ പൂരയും പാളയത്തിൽ ആയുധപാണികളുടെ സമീപത്തോളം ഇറങ്ങിച്ചെന്നു. ആയുധപാണികളുടെ സമീപത്തോളം ഇറങ്ങിച്ചെന്നു. എൻ്റെ ദൈവമേ, പ്രൈസ് ഗോഡ്. ഒരു കൊച്ചു പിച്ചാത്തി പോലും കയ്യിലില്ല. ഒരു പിച്ചാത്തി പോലും ദൈവൻ്റെ കയ്യിലില്ലാതിരിക്കുമ്പോഴാണ്
ആയുധപാണികളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഇന്ന് രാത്രി ഇറങ്ങ്. നിനക്കെതിരായി നിൽക്കുന്ന, ആയുധപാണികളായി നിൽക്കുന്ന, കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യമായി നിൽക്കുന്ന ശത്രുവിൻ്റെ പാളയത്തിലേക്ക് ഇന്ന് രാത്രി ഹല്ലേലൂയ, ഒരു ആയുധവും നിന്റെ കയ്യിലില്ലെങ്കിലും, ഒരു വാള് പോലും നിന്റെ കയ്യിലില്ലെങ്കിലും, ഒരു കുന്തം പോലും കയ്യിലില്ലെങ്കിലും, നിന്റെ കയ്യിൽ ഒന്നുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വാളിനേക്കാൾ മൂർച്ചയുള്ളത്, കുന്തത്തിനേക്കാൾ മൂർച്ചയുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണെന്ന് മനസ്സിലാക്കിയ ഒരു സ്തോത്രം പറ. പ്രൈസ് ഗോഡ്. നിന്റെ കയ്യിൽ വാളുമില്ല, കുന്തവുമില്ല, ഒരു ഇതുമില്ല. നീ ചെല്ല്, ചുമ്മാ ചെല്ല്. ചെന്ന് കഴിയുമ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് ധൈര്യം വരും. എന്നിട്ട് എന്നാൽ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു. കുറച്ചൊന്നുമല്ല, അസംഖ്യമായി കിടന്നിരുന്നു. എന്നിട്ട് അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. ഒട്ടകം മൃഗങ്ങളാ. എന്നിട്ട് ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ദൈവമക്കൾ മനസ്സിലാക്കണം, അവർ ഒട്ടകത്തിൻ്റെ പുറത്ത് അസംഖ്യമായിട്ട് വരുമ്പം ഇവനൊരു കഴുത പോലും ഇല്ല. കാലുകൊണ്ട് മാക്ക് നടന്നു ചെല്ലണം. ഒട്ടകത്തിൻ്റെ പൊക്കം നിങ്ങൾക്കറിയാമല്ലോ, അതിന്മേൽ ആ പടയാളികൾ ഇരിക്കുന്നത്. അമ്മമാരുടെ ഒട്ടകപ്പുറത്തിരിക്കുന്ന ആ സൈന്യങ്ങളുടെ മുമ്പ് കയ്യിൽ നീളമുള്ള 10-16 അടി നീളമുള്ള കുന്തമാണ് ഉള്ളത്. അവർക്ക് കാലാൾപ്പടയ്ക്കാണ് വാള്. പ്രൈസ് ഗോഡ്. ഇവൻ്റെ അരയിൽ വാളുണ്ട്. ഒട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങിയാവും വാളെടുക്കും. ഒട്ടകത്തിൻ്റെ പുറത്തിരിയുമ്പോൾ കുന്തം മതി. നിന്നെ അടുപ്പിക്കത്തില്ല. ഒട്ടകത്തിൻ്റെ 7 അയലൊക്കത്ത് നിനക്ക് ചെല്ലാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. അങ്ങനെ അസംഖ്യം ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ നിന്നെക്കൊണ്ട് യാതൊന്നും സാധിക്കത്തില്ലെന്ന് എവിഡൻ്റാണ്, തെളിവ് സഹിതം അറിയാം. പക്ഷെ വായിച്ച്. ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു യവയപ്പം മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ടു വന്ന് കൂടാരം വരെ എത്തി അതിനെ തള്ളി മറിച്ചിട്ട് അങ്ങനെ കൂടാരം വീണ് കിടന്നു. അതിന് മറ്റവൻ, ഇത് യോവാശിന്റെ മകനായ ഗിദെയോൻ എന്ന ഇസ്രായേലിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ദൈവമേ, ഗിദെയോനടുത്ത് ഒരു വാളുമില്ല കേട്ടോ, ഒരു വാളുമില്ല. പക്ഷെ കേട്ടവന് മനസ്സിലായി ഇത് ഗിദെയോന്റെ വാളാണ്, ഗിദെയോന്റെ വാളാണ്. ഇന്ന് രാത്രി നിന്നെ ഏൽപ്പിക്കാൻ പോകുന്ന അദൃശ്യമായ ചില വാളുകളുണ്ട്. മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തതല്ല. അവരെ നോക്കുമ്പോൾ നീ വാൾ ധരിച്ചിട്ടുണ്ട്, എന്നാൽ നിന്റെ കയ്യിൽ ഒരു വാളുമില്ല, ഒന്നുമില്ല. പക്ഷെ ഇന്ന് അദൃശ്യമായ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ദൈവം നിന്നെ ധരിപ്പിക്കാൻ പോകുന്ന സർവായുധ വർഗങ്ങൾ ഓർത്ത് ഒരു സ്തോത്രം ചെയ്താട്ട്. ദൈവ പ്രവൃത്തി ഇന്ന് നിറവേറത്തക്കവണ്ണം നിന്റെ കൂടെ ഉണ്ട്. യഹോവ നിന്റെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. നിന്റെ വാഗ്ദത്തം, കലത്തിൽ വ്യാപരിച്ച വാഗ്ദത്തം, ഭരണിയിൽ വ്യാപരിച്ച വാഗ്ദത്തം ഗിദെയോനെ നിന്റെ ജീവിതത്തിലും വ്യാപരിക്കാൻ പോവുകയാണ്. ചുരബലറവ ശന്തര ജൗഡ രഗത ജഗന തൽവൽ കൗഡ രഗതം. വായിച്ചേ. ദൈവം മിദ്യാനെയും ഈ പാളയത്തെ ഒക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അടുത്തത്, ഗിദെയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു. എടാ, അവിടെ ഞായറാഴ്ച അല്ല, എന്നിട്ട് ആരാധന വന്നു. ചിലർക്ക് ഞായറാഴ്ച ആരാധന വരത്തുള്ളൂ. നട്ട പാതിരായ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുമ്പോൾ ആരാധന വരുന്ന, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നൊരു ആരാധന വരുന്ന ദൈവജനം സ്തോത്രം ഞാൻ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി ഒരു ആരാധന വെളിപ്പെടട്ടെ. നിന്റെ വിടുതലിൻ്റെ ആരാധന വെളിപ്പെടട്ടെ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ ആരാധന വെളിപ്പെടട്ടെ. ദൈവകൃപയുടെ ആരാധന വെളിപ്പെടട്ടെ. ആമേൻ. നിനക്ക് വേണ്ടി നിന്നെ ഒറ്റ മനുഷ്യനെ പോലെ മിദ്യാന്യരെ തോൽപ്പിക്കത്തക്കവണ്ണം ശക്തിപ്പെടുത്തുന്ന ഒരു വിശ്വാസത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ആരാധന ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. എന്നിട്ട് സ്വപ്നം കേട്ടെന്ന് നമസ്കരിച്ചു. എന്നിട്ട് ഇസ്രായേലിന്റെ പാളയത്തിൽ മടങ്ങി ചെന്നു. എഴുന്നേൽപ്പിൻ, യഹോവ മിദ്യാന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. തിരിച്ച് എന്നിട്ട് പറഞ്ഞു, എഴുന്നേൽപ്പീൻ, യഹോവ മിദ്യാന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് എന്തോ ചെയ്തു നോക്കിയേ. അനന്തരം അവൻ ആ 300 പേരെ 3 കൂട്ടമായി വിഭാഗിച്ച് 3 കൂട്ടമാക്കുന്നു. മാക്സിമം ആളെ കൂടെ നിർത്തുകയല്ലേ സാധാരണക്കാർ ചെയ്യത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഞാൻ പറയാം, സാധാരണക്കാരൻ 300 എണ്ണത്തിനെയും ചുറ്റും നിർത്തി നടുക്ക് വന്ന് നിൽക്കും. പ്രൈസ് ഗോഡ്.
കാരണം അതുങ്ങൾ ചത്തിട്ട് വേണേൽ എനിക്ക് വിട്ടുകൊള്ളുള്ളൂ. എന്നാൽ വാഗ്ദത്തം പ്രാപിച്ചവൻ, വചനത്തിൽ ധൈര്യം പ്രാപിച്ചവൻ 300 എണ്ണത്തിന് 100 പിരിക്കും. ഇന്ന് രാത്രി ദൈവപ്രവൃത്തിക്ക് വേണ്ടിയുള്ള ആക്ഷൻ ഇവിടെ ആരംഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവൻ മനുഷ്യൻ്റെ ബുദ്ധിയുടെ കണക്കുകൂട്ടൽ മാറ്റി നിർത്തിയിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കണക്കുകൂട്ടലിലേക്ക് അവൻ തന്നെ ഏൽപ്പിക്കുന്ന ജീവിതങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി മിദ്യാന്യ പാളയത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യാൻ എത്ര പേരുണ്ട്? Yes, tonight. നിന്റെ ശത്രുവിൻ്റെ പാളയത്തിൽ, മിദ്യാന്യ പാളയത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തക്കവണ്ണം വാഗ്ദത്തത്തിന് ശക്തി പ്രാപിക്കാൻ പോകുകയാണ്. വാഗ്ദത്തം ഉണരാൻ പോകുകയാണ്. വാഗ്ദത്തം വെളിപ്പെടാൻ പോകുകയാണ്. വിധവയുടെ കിണറ്റ് കലത്തിൽ വ്യാപരിച്ച വാഗ്ദത്തത്തിൻ്റെ ശക്തി, ഭരണിയിൽ വ്യാപരിച്ച വാഗ്ദത്തത്തിൻ്റെ ശക്തി നിന്റെ ശത്രു പാളയത്തിലും ഇന്ന് രാത്രി വ്യാപരിക്കുമെന്ന് വിശ്വസിച്ചൊരു സ്തോത്രം ചെയ്യാൻ എത്ര പേരുണ്ട്? വായിച്ചേ. ഓരോരുത്തന്റെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും, കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു. ദൈവമക്കളെ, യുദ്ധത്തിന് വേണ്ട ഒരു സാധനത്തില്ല. യുദ്ധത്തിന് വേണ്ട ഒരു സാധനവുമില്ല. ഒരു വെറും കുടം, ഒരു പന്തം, കാഹളം കൊണ്ട് വേണമെങ്കിൽ. പക്ഷെ കാഹളം എന്തിനാണെന്നറിയാമോ? കാഹളം, ക്യാപ്റ്റനായവൻ കാഹളം ഊതുമ്പോൾ അണികളെല്ലാം കൂടെ ഒന്നിച്ച് യുദ്ധത്തിന് പുറപ്പെടാനുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഇതെല്ലാം ക്യാപ്റ്റനാണ്. ആലോചിച്ച് നോക്കിയേ, 100 പേർക്കുണ്ട് പന്തവും കാഹളവും കുടവും. എല്ലാവരും ക്യാപ്റ്റന്മാരാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ നിൻ്റെ കൂടെ ഉള്ളവരൊക്കെ ലീഡേഴ്സാവും, ഒക്കെ ക്യാപ്റ്റന്മാരാകും. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ദൈവപ്രവൃത്തി അടുത്ത നിമിഷം വെളിപ്പെടാൻ പോകുകയാണ്. അടുത്ത സന്ദർഭം ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. അത് മിദ്യാന്യ പാളയത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവിക വാഗ്ദത്തങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്യ്. വാഗ്ദത്തം ശക്തി പ്രാപിക്കട്ടെ. വാഗ്ദത്തം ശക്തി പ്രാപിക്കട്ടെ. വാഗ്ദത്തം ശക്തി പ്രാപിക്കട്ടെ. വായിച്ചേ. അവരോട് പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യുവിൻ. പാളയത്തിന്റെ അറ്റത്തെത്തുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യുവിൻ. കണ്ടോ, ചെയ്യാൻ പോണത് ആന മണ്ടത്തരാ ചെയ്യാൻ പോകുന്നത്. വായിച്ചു നോക്കിയേ. ഞാനും എന്നോട് കൂടെയുള്ളവരും കാഹളമൂതുമ്പോൾ നിങ്ങളും പാളയത്തിന്റെ ചുറ്റും നിന്ന് കാഹളമൂതി യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി എന്ന് പറവിൻ. ഓർക്കണേ, ഒരു രാത്രിയാ ശത്രുവിന് മറ്റവനെ, തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുവിനെ കണ്ട് എത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം ശബ്ദമാണ്. എവിടെ നിന്നാണ് ശബ്ദം വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് മിണ്ടാതെ പതുങ്ങിപ്പോകുന്നത്. മിണ്ടുകയല്ല, ആക്രമണത്തിന് മിണ്ടത്തില്ല. ഇവിടെ പറയുന്നത് ഒച്ച ഉണ്ടാക്കാൻ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നിൻ്റെ ഒച്ചയെ ആമേൻ അതിജീവിക്കുന്നത് വാഗ്ദത്തമാണ്. നീ കാണിക്കാൻ പോകുന്ന മണ്ടത്തരത്തിന് അപ്പുറത്ത് പ്രവർത്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നിനക്ക് ശക്തിയില്ലെങ്കിലും വാഗ്ദത്തത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി ആ ശക്തി വെളിപ്പെടത്തക്കവണ്ണം ദൈവകൃപ നിന്റെ വീട്ടിൽ വ്യാപരിക്കട്ടെ, കലത്തിൽ വ്യാപരിക്കട്ടെ, മലണിയിൽ വ്യാപരിക്കട്ടെ, മിദ്യാന്യ പാളയത്തിൽ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. വായിച്ചേ. മധ്യയാമത്തിന്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ. കണ്ടോ, മധ്യയാമത്തിന്റെ ആരംഭത്തിങ്കൽ അവർ കാവൽ മാറ്റി നിർത്തിയ ഉടനെ, എന്ന് വെച്ചാൽ ഉറക്കം തൂങ്ങിയിരിക്കുമ്പോഴല്ല, കാവൽ മാറ്റി നിർത്തിയ ഉടനെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവർ ഫ്രഷായിട്ടിരിക്കുമ്പം ദൈവമക്കളെ, കാരണം എന്തെന്നറിയാമോ? സമൂഹത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ, ഫ്രഷ് റിഫ്രഷ്മെൻറ്റ്സ് വരുന്നെന്ന് വിശ്വസിക്കുന്ന ഒരുത്തന് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിന്ന് എനിക്ക് വേണ്ടി എന്ത് പുറപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നിനക്ക് വേണ്ടി നിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ, നിൻ്റെ ഭയത്തെ മാറ്റുവാൻ, നിന്നെ വളഞ്ഞു നിൽക്കുന്ന മിദ്യാന്യ പാളയത്തെ തോൽപ്പിക്കാൻ ആവശ്യമായ ദൈവകൃപ ആമേൻ ഈ പാതിരാ സമയത്ത്, കാവൽ മാറ്റി നിർത്തിയ സമയത്ത് അവർ ഉണർന്നിരിക്കുമ്പോൾ, ഉറക്കത്തിലല്ല ഉണർന്നിരിക്കുമ്പോൾ, നിന്റെ ശത്രു ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഈ ശക്തി വ്യാപരിക്കും. യേശുവിൻ്റെ നാമത്തിൽ. ഇത് ഫ്ലൂക്കിന് അബദ്ധത്തിനുണ്ടായതല്ല. ഇത് ദൈവം പർപ്പസായിട്ട്
ആമേൻ, ഉദ്ദേശത്തിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി നിന്നെ ഇറക്കി വിട്ടതാണെങ്കിൽ ഗിദെയോനെ നീ കാണും. ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അറ്റത്തെത്തി കാഹളമോതി. ഗിദെയോനും കൂടെയുള്ളവരും പാളയത്തിന്റെ അറ്റത്തെത്തി, നേരെ പാളയത്തിന്റെ തൊട്ടടുത്തെത്തി. എന്നിട്ട് കാഹളമൂതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, കുടം ഉടച്ച് എന്ത് വെളി വരും? പന്തം വെളിയിൽ വരും. പന്തം വന്നാൽ ഇവരൊക്കെ എക്സ്പോസ്ഡ് ആകും, വെളിച്ചത്തിൽ എക്സ്പോസ്ഡ് ആകും. ദൂരെ നിന്ന് നോക്കുന്നവന് മനസ്സിലാകും ഇവൻ്റെ ഒന്നും കയ്യിൽ ഒരായുധവും ഇല്ല. രാത്രി ഞാൻ പറയട്ടെ, മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരായുധവും ഇല്ലെന്ന് തോന്നിയാലും അദൃശ്യമായ മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ദൂതഗണങ്ങളുടെ, ആയുധവാരികളായ ദൂതഗണങ്ങളുടെ കാവല് കാണാൻ കഴിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. വെറുതെ അല്ല എലീശ ബാല്യക്കാരന് പറഞ്ഞത്. ആമേൻ, അവരോട് കൂടെയുള്ളവരെക്കാൾ നമ്മോട് കൂടെയുള്ളവർ അധികം. ആമേൻ, ദൂതന്മാരാൽ, ദൈവത്തിന്റെ സൈന്യത്താൽ, അശ്വരഥങ്ങളാൽ, ആമേൻ ഹല്ലേലൂയ, അഗ്നിമയ രഥങ്ങളാൽ മല നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രി നിറഞ്ഞിരിക്കുന്ന അഗ്നിരഥങ്ങളാൽ മല നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ട് ആമേൻ ശത്രുവിന്റെ നേരെ ആമേൻ നിന്റെ ആമേൻ അല്ലെ ജയത്തിന്റെ കൊടി ഉയർത്താൻ ആമേൻ വിശ്വാസമുള്ളവർ കരവിരുദ്ധ സ്തോത്രം ചെയ്താട്ട്. വായിച്ച് 3 കൂട്ടവും കാഹളമോതി കുടങ്ങൾ ഉടച്ചു. ഇടത്ത് കൈയിൽ പന്തവും വലത്ത് കൈയിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. യഹോവയ്ക്ക് നോക്കണമേ, 2 കൈയും ഓക്യുപ്പൈഡാ. ഒരു കയ്യിൽ കാഹളം, ഒരു കയ്യിൽ പന്തം. ഇതുകൊണ്ട് ആരെ എന്തോ ചെയ്യാനാ? പട്ടിയെ ഓടിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ വാഗ്ദത്തം പ്രാപിച്ചവനാണ്, നീ വാഗ്ദത്തം പ്രാപിച്ചവളാണ്. നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ. അടുത്ത വാക്യം, യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ എന്നാർത്തു. അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തൻ താന്റെ നിലയിൽ തന്നെ നിന്നു. പാളയമെല്ലാം പാച്ചിൽ തുടങ്ങി. ഇന്ന് രാത്രി പാളയം പായാൻ തുടങ്ങി. ഇവൻ ചുമ്മാ നിൽക്കുകയാണ്, ഗിദെയോൻ ചുമ്മാ നിൽക്കുകയാണ്, 300 പേർ ചുമ്മാ നിൽക്കുകയാണ്, ഒന്നും ചെയ്യാതെ നിൽക്കുകയാണ്. എന്നാൽ പാളയം പരക്കം പായാൻ തുടങ്ങി. ഇന്ന് രാത്രി പാളയത്തെ പരക്കം പായിക്കുന്നത് ഗിദെയോന്റെ വാളല്ല, കൂടെയുള്ളവരുടെ പന്തമല്ല, കാഹളമല്ല, ദൈവത്തിന്റെ വാഗ്ദത്തം. ദൈവിക വാഗ്ദത്തങ്ങൾക്ക് ശക്തി പ്രാപിക്കട്ടെ, ദൈവിക വാഗ്ദത്തങ്ങൾ ശക്തി പ്രാപിക്കട്ടെ, പാളയം പരക്കം പായട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി മിദ്യാന്യ പാളയത്തിൽ വ്യാപരിച്ച ദൈവശക്തി, മിദ്യാന്യ പാളയത്തെ പരക്കം പാച്ചൽ തുടങ്ങത്തക്കവണ്ണം വ്യാപരിച്ച ശക്തി നിനക്കെതിരായി നിൽക്കുന്ന മിദ്യാന്യ പാളയങ്ങൾ, ശത്രുപാളയത്തിൽ ഇന്ന് രാത്രി വ്യാപരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വന്തം ആലോചിച്ചാട്ടെ. അടുത്ത വായിച്ച്, അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. എൻ്റെ ദൈവമേ, നീ വല്ലതും ചെയ്തോ? ഗിദെയോനെ, നീ വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ല. പക്ഷെ അവർ നിലവിളിച്ചും കൊണ്ട് ഓടിപ്പോയി. എവിടെ പ്രവർത്തിച്ചു? ആര് പ്രവർത്തിച്ചു? വാഗ്ദത്തം പ്രവർത്തിച്ചു. ഗിദെയോന് കൊടുത്ത വാഗ്ദത്തം, ആമേൻ, മുന്തിരിച്ചക്കൻ അരികെ വെച്ച് മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊടുത്ത വാഗ്ദത്തം, നീ ഒറ്റ മനുഷ്യനെ പോലെ മിദ്യാന്യരെ തോൽപ്പിക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണം ആമേൻ നിന്ന് കാണുകയാണ്. ഓരോരുത്തരും താൻ്റെ നിലയിൽ തന്നെ നിന്നു. പാളയമൊക്കെ പരക്കം പാച്ചിൽ തുടങ്ങി. അടുത്തുള്ള വായിച്ച്, ആ 300 പേരും കാഹളമോതിയപ്പോൾ യഹോവ പാളയത്തിലൊക്കെയും ഓരോരുത്തന്റെ വാൾ താന്റെ കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു. എന്തിനാ ഗിദെയോന് വാള്? ഗിദെയോൻ എന്തിനാ വാള്? ആമേൻ, ഓരോരുത്തന്റെ വാളും കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു. അടുത്ത വാക്യം, സൈന്യം സെരേര വഴിയായി ബേത് ഷിത്ത വരെയും തബ്ബത്തിനരികെയുള്ള ആബേൽ മെഹാലയുടെ അതിർ വരെയും ഓടിപ്പോയി. ഇസ്രായേലിയർ നഫ്താലിയിൽ നിന്നും ആശേരിൽ നിന്നും മനശ്ശയിൽ നിന്നൊക്കെയും ഒരുമിച്ച് കൂടി മിദ്യാന്യരെ പിന്തുടർന്നു. ഗിദെയോൻ എഫ്രയീം മലനാട്ടിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ദൈവമക്കളെ, നിന്റെ ദൈവം പ്രവർത്തിക്കുമ്പോൾ
നിൻ്റെ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ശത്രുപാളയം പരക്കം പായും. യേശുവിൻ്റെ നാമത്തിൽ പരക്കം പായുന്ന ശത്രുപാളയം നിൻ്റെ ജീവിതത്തിൽ കിട്ടിയ വാഗ്ദത്തങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്തവനെ ആരാധിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സ്തോത്രം ഒരു പാട്ടിൻ്റെ അരികിൽ പാടി പ്രാർത്ഥിച്ച്